ആ ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളുടെ പവിത്രത എന്താണ്, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരേ ഒരു ഉദാഹരണം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ആ ബദറിൽ പങ്കെടുത്ത ഒരു വലിയ സ്വഹാബിയാണ് മഹാനായ സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. 10 പേരോട് നബി തങ്ങൾ സ്വർഗ്ഗം നിർബന്ധമാക്കി. ആ 10 പേരിൽപ്പെട്ട സഈദ് ബിൻ സയ്യിദ് എന്ന് പറയുന്ന സ്വഹാബി വര്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഖുർആനിലെ അവസാന വരികളിൽ നമ്മൾ പാടാറില്ലേ? സഅദ് സഈദ് സുബൈർ ബിൻ തൽഹത്ത് വഅബി ഉബൈദത്ത് വബ്നി ഔഫ് ഫിൽ ആശിരിൽ കറമി മൗലായ. സഈദ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധമുഖത്താണ്. 4 ദിവസത്തോളമായി സഈദ് തങ്ങൾ കിടന്നുറങ്ങിയിട്ട് യുദ്ധത്തിന്റെ കാര്യത്തിന് വേണ്ടി ഓടിച്ചാടി നടക്കുകയാണ്. തനിക്ക് രാത്രിയായാൽ ഉറക്കമില്ല, യുദ്ധത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. എന്റെ ഹബീബിന് എന്തെങ്കിലും പറ്റുമോ? എന്റെ ഹബീബിന്റെ ദീനിന് വല്ലതും സംഭവിക്കുമോ? എന്റെ സ്വഹാബത്തിന് വല്ലതും സംഭവിക്കുമോ എന്ന് പേടിച്ചു വരച്ച് രാത്രിയിൽ ഉറക്കം ലഭിക്കുന്നില്ല. ദിവസങ്ങളായ സഈദ് കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളോളമായ സഈദിന്റെ കണ്ണിലേക്കും ശരീരത്തിലേക്കും ഉറക്കം കടന്നു വന്നിട്ട് ഉറങ്ങാതെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്റെ കൂട്ടുകാരൻ സഈദ് തങ്ങളോട് പറഞ്ഞു, സഈദേ, നീയൊന്ന് കിടന്നുറങ്ങ്, നിന്റെ ശരീരത്തിന് ക്ഷീണം വന്നിട്ടുണ്ട്, നിന്റെ കണ്ണുകൾക്ക് തളർച്ച വന്നിട്ടുണ്ട്, സഈദ് തങ്ങളെ നിങ്ങളൊന്ന് കിടന്നുറങ്ങണേ എന്ന് മഹാനായ സഈദ് ബിൻ സയ്യിദ് തങ്ങളോട് പറഞ്ഞപ്പോ, കൂട്ടുകാര് നിർബന്ധിച്ചപ്പോ സഈദ് തങ്ങൾ അറിയാതെ അങ്ങ് കിടന്നുപോയി. കിടന്ന പാടെ ശരീരത്തിന്റെ ക്ഷീണം കാരണം, കണ്ണിന്റെ ഉറക്ക് കാരണം സഈദ് തങ്ങൾ അങ്ങ് ഉറക്കത്തിലേക്ക് അരിഞ്ഞുപോയി. വല്ലാത്ത ഉറക്കിലേക്ക് അങ്ങ് ബഹുമാനപ്പെട്ട സഈദ് തങ്ങൾ കടന്നുപോയപ്പോ ഉറക്കിൽ വെച്ച് സഈദ് തങ്ങൾ ഇങ്ങനെ എന്തോ വിളിച്ചു പറയുകയാണ്. കൂട്ടുകാർ അത്ഭുതത്തോടെ നോക്കി സഈദ് തങ്ങൾ ഉറക്കിൽ വിളിച്ചു പറയുകയാണ്. ഗുണമായ നിദ്രയിലേക്ക് കടന്നുപോയി. നമ്മളങ്ങനെയാണല്ലോ, ഒരുപാട് ദിവസം ക്ഷീണം ഒഴിച്ച് ക്ഷീണമായി പ്രയാസമായി ഉറക്കില്ലാതെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയും. എന്നതുപോലെ സഈദ് തങ്ങൾ ഉറക്കിലെന്നോ വിളിച്ചു പറയുന്നുണ്ട്. കൂട്ടുകാര് ശ്രദ്ധിച്ചു കേട്ടപ്പോ സഈദ് തങ്ങൾ വിളിച്ചു പറയുന്നത് എന്തെന്നറിയുമോ? വിളിച്ചു പറയുകയാണ്. കൂട്ടുകാർ ഉറക്കിക്കിടക്കുന്ന സഈദ് തങ്ങളുടെ ശരീരത്തിൽ തട്ടി ഞെട്ടിയെഴുന്നേറ്റ് സഈദ് തങ്ങൾ ചോദിച്ചോ, എന്ത് പറ്റി, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത്? കൂട്ടുകാർ ചോദിച്ചു, സഈദേ, നീ എന്താണ് ഈ വിളിച്ചു പറയുന്നത്, എന്താണ് നീ വിളിച്ചു പറയുന്നത് എന്ന് സഈദ് തങ്ങളോട് ചോദിച്ചപ്പോ സഈദ് തങ്ങൾ പറഞ്ഞു, ഞാനൊരു കിനാവ് കണ്ടു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് ഞാൻ കണ്ട സ്വപ്നം എന്നറിയുമോ? ആ കൂട്ടുകാരൻ നിർബന്ധിച്ചപ്പോ സഈദ് തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടല്ലാതെ, ഞാൻ മരണപ്പെട്ടിട്ടല്ലാതെ ഞാൻ കണ്ട സ്വപ്നത്തെ നിങ്ങൾ മറ്റാരോടും പറഞ്ഞു കൊടുക്കരുത്. പിന്നീട് സഈദ് തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഈ ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്താണ് ഞാൻ കണ്ടതെന്നറിയുമോ? ഞാനിങ്ങനെ അല്ലാഹുവിന്റെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന സ്വർഗത്തിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ആ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോ അല്പം പെൺകുട്ടികളെ ഞാൻ കണ്ടു, ചില പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. വല്ലാത്ത സുന്ദരമാണ്, കാണാൻ നല്ല അഴകുള്ള പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ, ആ സ്ത്രീകളെ ഞാൻ കണ്ടപ്പോ ആ പെണ്ണുങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ഹൂറുൽ-ഈങ്ങൾ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ
കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹൂറുൽ ഈങ്ങൾ നിങ്ങളാണോ? ആ സമയത്ത് ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഹൂറുൽ ഈങ്ങളല്ല, ഞങ്ങൾ ഹൂറുൽ ഈങ്ങളല്ല, ഞങ്ങൾ ആ ഹൂറുൽ ഈങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളുകളാണ്, അവരുടെ പരിചാരികളാണ് ഞങ്ങൾ എന്ന് ആ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ഹൂറുൽ ഈങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോ ഞാൻ അല്പം കൂടെ എന്നോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. അല്പം ഞാൻ മുന്നോട്ട് നടന്നു നോക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ സിദ്റാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നു. ആ സ്വർഗ്ഗത്തിൽ നിൽക്കുന്ന സിദ്റാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സുന്ദരമായ ആ പെൺകുട്ടിയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഐന മർദിയ എന്നാണ് എന്റെ പേര്. എന്റെ പേര് ഐന മർദിയ എന്നാണ്. ഞാൻ അല്ലാഹുവിന്റെ ഹൂറുൽ ഈങ്ങൾ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു നിയോഗിച്ച നിങ്ങളുടെ ഭാര്യയായ ഹൂറുൽ ഈയാണ് ഞാനെന്ന് സഈദ് തങ്ങളോട് ദുനിയാവിൽ കടന്നിട്ടാണ് സ്വർഗ്ഗത്തിലെ ഹൂറുൽ ഈങ്ങളെ മഹാനവറുകൾ സ്വപ്നം കാണുന്നത്. ചിന്തിക്കണേ ഉമ്മമാരെ, ചിന്തിക്കണേ ചെറുപ്പക്കാരെ, ദുനിയാവിൽ കടന്ന് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഹൂറുൽ ഈങ്ങളെ സ്വപ്നം കാണാൻ, കിനാവ് കാണാൻ ഏതൊരാൾക്കാണോ ഭാഗ്യം ലഭിച്ചത് അതാണ് ബദരീങ്ങൾ. മഹാനായ സഈദ് തങ്ങൾ ആ പെണ്ണിന്റെ ചാരത്തേക്ക് അടുത്തേക്ക് ചെന്നിട്ട് ആ പെണ്ണിനെ ഒന്ന് തൊടാൻ വേണ്ടി നിന്നപ്പോ ആ പെണ്ണ് പറഞ്ഞു, പാടില്ല. ഹൂറുൽ ഈൻ പറഞ്ഞു, പാടില്ല, നിങ്ങൾക്ക് ഞാൻ ഹലാലായിട്ടില്ല. 3 ദിവസം നിങ്ങൾ കാത്തു നിൽക്കുക. 3 ദിവസം കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ ഷഹീദായി എന്റെ അടുക്കലേക്ക് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അന്നാണ് ഞാൻ നിങ്ങൾക്ക് ഹലാലാവുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ പെണ്ണിനെ തൊടാൻ പോയപ്പോ ആ പെണ്ണ് എന്നിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് മാഹല്ലിനി യാ ഐന മർദിയ എന്ന് ഞാൻ പറഞ്ഞതെന്ന് സഈദ് തങ്ങൾ ആ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഇതോടെ പറഞ്ഞത്? ആരാണ് ബദരീങ്ങൾ? ആരാണ് സ്വഹാബത്ത്? ആ സ്വഹാബത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. സ്വഹാബത്തിൽ തന്നെ ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണം. അവരെ മുൻനിർത്തിയാണ് നമ്മൾ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, തങ്ങളവറുകൾ കാത്തിരിക്കുകയാണ്. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്തിനാണ് നമ്മൾ ബദരീങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നത്? എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് അവരുടെ പ്രത്യേകത? അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭാഗ്യമാണ് അല്ലേ? അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടു. നമ്മുടെ അവസ്ഥയോ? നമ്മളവസ്ഥ എന്താണ്? നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്